നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലാണ്. പഴയൊരു വീട് മോഡേൺ ലുക്കാക്കിയ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീടിന്റെ മുറ്റം സ്റ്റോൺ വിരിച്ച് അതിനുള്ളിൽ കൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും അതിന്റെ സൈഡിലായിട്ട് നാച്ചുറൽ പെബിൾസും ഏൾ ഗ്രാസും പിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. കാർ പോർച്ച് വരുന്നതിൽ നമുക്ക് 2 കാർ പാർക്ക് ചെയ്യുന്ന രീതിയിൽ വലിയ പോർച്ചാണ് നിർമ്മിച്ചേക്കുന്നത്. മുറ്റത്തിന്റെ സൈഡിലൂടെ വൈറ്റ് കളറിലുള്ള GI പൈപ്പ് കൊണ്ട് നിർമ്മിച്ച മതിലും വീടിന് വേറെ തന്നെ ഭംഗി നൽകും. ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളും രാത്രിയിൽ വീടിന് മനോഹരമാക്കും. വാർത്തതിനു ശേഷം അതിന്റെ മേലെ ഓടുകൊണ്ട് പാകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൂട് കുറയ്ക്കാനും വീടിന്റെ മേലെ നല്ലൊരു ഏരിയ നമുക്ക് സ്റ്റോറേജിനും മറ്റും ഉപയോഗിക്കാനും പറ്റും. വിശാലമായ കാർ പോർച്ചിൽ ഒരു വലിയ കാറും ചെറിയ വണ്ടിയും പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ സൈഡിലൂടെ പ്ലാന്റർ ബോക്സുകളും വെച്ചിട്ടുണ്ട്. എൽ ഷേപ്പിലാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഭാഗത്തായി സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഒരുപാട് മഴ ലഭിക്കുന്നത് കൊണ്ട് റൂഫ് എല്ലാം കൂടുതൽ സ്ലോപ്പിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമും ഡൈനിങ് ഹാളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിൽ തീർത്തിരിക്കുന്ന ബോക്സസ് ആണ്. ജിപ്സം ബോർഡിന്റെ സീലിംഗും അതിൽ സ്ട്രിപ്പ് ലൈറ്റും ചെയ്തിരിക്കുന്നു. ടീക്ക് വുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന വിന്റേജ് ലുക്ക് വരുന്ന സോഫയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് നാച്ചുറൽ പ്ലാന്റ്സും വീടിനുള്ളിൽ വെച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ നാച്ചുറൽ പ്ലാന്റ്സ് വെച്ചാൽ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. TV യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്ന ലിവിംഗ് ഹാളും ഡൈനിങ് ഹാളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഷോവാളിലാണ്. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നും TV കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ എല്ലാ ജനലിലും യൂസ് ചെയ്തേക്കുന്നത് സീബ്ര ബ്ലൈൻഡ്സ് കർട്ടനുകളാണ്. ലിവിംഗ് റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന പാസേജിന്റെ സൈഡിലാണ് പ്രെയർ യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. മറൈൻ പ്ലൈവുഡും മൾട്ടിവുഡും കൊണ്ടാണ് അത് നിർമ്മിച്ചേക്കുന്നത്. രൂപക്കോടിന്റെ അടിഭാഗത്തായി വൈറ്റ് കളർ പെബിൾസിൽ സ്ട്രിപ്പ് ലൈറ്റ് നൽകിയിരിക്കുന്നു. മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ആണ് രൂപക്കോടിന് വരുന്നത്. രൂപം വെക്കുന്നതിന്റെ താഴെയായി 2 ഡ്രോയേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. ഈ വീട്ടിൽ പലയിടങ്ങളിലായി ഫാൻസി ലൈറ്റുകൾ യൂസ് ചെയ്തിരിക്കുന്നു. ജിപ്സം ബോർഡിൽ ചെയ്തിരിക്കുന്ന സീലിംഗ്സിൽ LED സ്റ്റിക്കർ ലൈറ്റുകൾ നൽകിയപ്പോൾ മനോഹരമായിരിക്കുന്നു. അതുപോലെ തന്നെ കളർഫുൾ ആയ സീലിംഗ്സും. ലിവിംഗ് റൂമും ഡൈനിങ് ഹാളും വിശാലമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ലൈറ്റ് കളർ 2x2 ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. ജിപ്സം ബോർഡ് സീലിംഗ് ചെയ്യുവാണെങ്കിൽ വീടിനുള്ളിൽ ചൂട് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന 3 കളറിലുള്ള സ്റ്റിക്കർ ലൈറ്റുകളാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ സെപ്പറേറ്റ് സീലിംഗ് ഇവിടെ ചെയ്തിരിക്കുന്നു. ടീക്ക് വുഡും ഡൈനിങ് ടേബിളിന് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ടൈല് ഉപയോഗിച്ചിട്ടാണ് ഡൈനിങ് ടേബിൾ നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഒരു കോർണറിലായിട്ട് കോർട്ട്യാർഡും നിർമ്മിച്ചിരിക്കുന്നു. അതിന്റെ മേൽഭാഗത്ത് പ്രകാശം വീടിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ ഗ്ലാസ് ഇട്ട് മറച്ചിരിക്കുന്നു. ഡൈനിങ് ഹാളിന്റെ തൊട്ടടുത്ത് തന്നെ വാഷ് ബേസിൻ കൗണ്ടറും കോമൺ വാഷ്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നു. വാഷ് ബേസിൻ യൂണിറ്റ് മനോഹരമാക്കാൻ ലൂബേഴ്സും മോഡേൺ ഡിസൈനിലുള്ള ലൈറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മിററും പ്ലേസ് ചെയ്തിരിക്കുന്നു. വാം കളറും വൈറ്റ് കളറും ലൈറ്റ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. വൈറ്റ് കളറിൽ ഗ്രേ ഡിസൈനുള്ള വാഷ് ബേസിൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിന്റെ തൊട്ടടുത്ത് തന്നെ കോമൺ വാഷ്റൂമും ഉണ്ട്. നോർമൽ രീതിയിലാണ് വാഷ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഷവർ വരുന്ന ഭിത്തിന്റെ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഡാർക്ക് കളർ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കളർ ചേഞ്ച് ആവുന്ന രീതിയിലുള്ള പലതരം ഫാൻസി ലൈറ്റുകളും യൂസ് ചെയ്തിരിക്കുന്നു. ബെഡ്റൂമിലേക്ക് വരുവാണെങ്കിൽ 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ വരുന്നത്. അതിൽ ഒരു റൂമിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബെഡും കബോർഡും യൂസ് ചെയ്തിരിക്കുന്നു. മറ്റു മുറികളിൽ മരത്തിന്റെ ബെഡും കബോർഡുകളുമാണ് ചെയ്തിരിക്കുന്നത്. മിറർ യൂണിറ്റും ഡ്രോയേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കബോർഡുകളാണ്. ഈ റൂമിലെ വാഷ്റൂമിലും ഷവർ ഏരിയ സെപ്പറേറ്റ് കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഡൈനിങ് ഹാളിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് 2 റൂമിലേക്ക് കയറാൻ പറ്റും. ഈ കാണുന്ന ഭാഗമെല്ലാം പുതിയതായി നിർമ്മിച്ചതാണ്. മിറർ യൂണിറ്റിന്റെ ഭാഗം സെപ്പറേറ്റ് വെറൈറ്റി കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. കാണാൻ നല്ല രസമുള്ള ഒരു കളറാണത്. വൈറ്റും ഈ കളറും കൂടെ വരുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് തന്നെ കിട്ടും. പ്രെയർ യൂണിറ്റിന്റെ സൈഡിലൂടെ നീണ്ട വരാന്തയുണ്ട്. ഈ ഭാഗമെല്ലാം പഴയ വീടിന്റെ ഭാഗം തന്നെയാണ്. പഴയ റൂമുകൾ റിനോവേഷൻ ചെയ്താണ് ഈ രീതിയിലാക്കിയിരിക്കുന്നത്. ചെറിയ സൈസിലുള്ള റൂമാണിത്. വുഡിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന കട്ടിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ടൈലുകൾ നേരത്തെ ഉള്ള ടൈല് തന്നെയാണ്. റെഡിമെയ്ഡായി വാങ്ങാൻ കിട്ടുന്ന കബോർഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ റൂമിൽ നിന്നും വീണ്ടും ഒരു ചെറിയ ഇടനാഴിയാണ് രണ്ടാമത്തെ റൂമിലേക്ക്. ഈ റൂമും നോർമൽ ആയാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നുമാണ് കിച്ചണിലേക്കുള്ള ഓപ്പണിംഗ്. കിച്ചണെ 2ആയിട്ട് ഐലൻഡ് ടേബിൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. മറൈൻ പ്ലൈവുഡിലാണ് കിച്ചന്റെ കബോർഡുകളും ചെയ്തിരിക്കുന്നത്. കിച്ചണിലും ഷോ ലൈറ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. രാത്രിയിൽ അതൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഐലൻഡ് കിച്ചൺ എന്നാണ് ഇങ്ങനെയുള്ള കിച്ചണിനെ വിളിക്കുന്നത്. ഐലൻഡ് പോലെ കിച്ചണിൽ ഒരു ഭാഗം ചെയ്തിരിക്കുന്നു. വേണമെങ്കിൽ ഈ ഭാഗം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ടും ഉപയോഗിക്കാം. ഈ ഒരു കിച്ചന്റെ ഭാഗവും പഴയ വീട് തന്നെയാണ്. ഐലൻഡ് കിച്ചന്റെ ഭാഗത്ത് വാൾ ലൂവേഴ്സും ആഡ് ചെയ്തിരിക്കുന്നു. മറൈൻ പ്ലൈയിൽ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന കബോർഡുകളും നാനോവൈ ടൈലുകളുമാണ് കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
ഷോ ഗ്ലാസുകളും മറ്റും വെക്കാൻ വേണ്ടി ചെറിയ കബോർഡുകളും നിർമ്മിച്ചിരിക്കുന്നു.